നമ്മളുടെ ചർച്ചിൽ ഒരു സൺഡേയിൽ ഏതെങ്കിലും ഒരാൾ വന്ന് ഒരു ടെസ്റ്റിമണി പറഞ്ഞു, ഒന്നുമില്ലാത്തടത്തു നിന്നും $1 മില്യൺ ബിസിനസ്സായിട്ട് വളർന്നതിനെക്കുറിച്ച്. ബട്ട് നമ്മൾ ഇമോഷണലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് തുടങ്ങേണ്ട നല്ല ബിസിനസ്. പക്ഷേ എല്ലാ ടീച്ചേഴ്സിനും, എല്ലാ പാസ്റ്റേഴ്സിനും, എല്ലാ അഡ്മിനിസ്ട്രേറ്ററിനും ബിസിനസ്സുകാരനുള്ള കോളിംഗ് കാണണമെന്നില്ല. ഞാനൊരു വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. അത് വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്, മറ്റൊന്നുമല്ല. 1 കൊരിന്ത്യർ 2:9-10. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്നെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. അപ്പോൾ വാസ്തവത്തിൽ ബിസിനസ്സിന് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളും ഞാനും ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം, നമുക്ക് ബിസിനസ് സംബന്ധിച്ചൊരു കോളിംഗ് ഉണ്ടെന്നുള്ളതാണ്. ബൈബിൾ വ്യക്തമായി പറയുന്നു, ഒരു ശരീരത്തിലെ അവയവങ്ങൾക്ക് പല ധർമ്മങ്ങളുള്ള പോലെ തന്നെ ദൈവരാജ്യത്തിലെ അംഗങ്ങളായ നമുക്കെല്ലാം ഓരോ പർപ്പസ് ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും വിളി ബിസിനസ്സുകാരനാകാനല്ല. ചിലപ്പോൾ നിങ്ങളുടെ വിളി ഒരു പാസ്റ്റർ ആവാനാവാം, ഒരു അച്ഛനാവാനാവാം, അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററാവാനാവാം, അല്ലെങ്കിൽ ഒരു ടീച്ചർ ആവാനാവാം. ചിലപ്പോൾ നിങ്ങളൊരു പാസ്റ്റർ ആകാനുള്ള വിളി നിങ്ങൾക്കുള്ളപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ബിസിനസ്സുകാരനാകാനുള്ള കോളിംഗ് കാണും. ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുമ്പോൾ തന്നെ ബിസിനസ് വളർത്താനുള്ള കോളിംഗ് കാണും. ചിലപ്പോൾ ഒരു നല്ല ടീച്ചറാകുമ്പോൾ തന്നെ ബിസിനസ്സുകാരനാകാനുള്ള കോളിംഗ് കാണും. പക്ഷേ എല്ലാ ടീച്ചേഴ്സിനും, എല്ലാ പാസ്റ്റേഴ്സിനും, എല്ലാ അഡ്മിനിസ്ട്രേറ്ററിനും ബിസിനസ്സുകാരനുള്ള കോളിംഗ് കാണണമെന്നില്ല. അപ്പോൾ നമ്മുടെ വിളി നമ്മൾ തിരിച്ചറിയാതെ നമ്മളുടെ ചർച്ചിൽ ഒരു സൺഡേയിൽ ഏതെങ്കിലും ഒരാൾ വന്ന് ഒരു ടെസ്റ്റിമണി പറഞ്ഞു, ഒന്നുമില്ലാത്തടത്തു നിന്നും $1 മില്യൺ ബിസിനസ്സായിട്ട് വളർന്നതിനെക്കുറിച്ച്. ബട്ട് നമ്മൾ ഇമോഷണലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് തുടങ്ങേണ്ട നല്ല ബിസിനസ്. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങി അത് വളരെ സക്സസ് ആയി, അവർ വലിയ BMW, ബെൻസൊക്കെ മേടിച്ചു, രാജ്യങ്ങൾ പറന്ന് കിടക്കുന്നു. അത് കണ്ടുകൊണ്ട് നമ്മൾ ചെല്ലേണ്ട ഒരു മേഖലയല്ല ബിസിനസ്. അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്കൊരു ഓൺട്രപ്രനർ ആകാൻ ഒരിക്കലും കഴിയത്തില്ല. നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം നിങ്ങളെക്കുറിച്ചുള്ള വിളിയിൽ ബിസിനസ് ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ മുമ്പ് വായിച്ച വാക്യത്തിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ ഇരിക്കുകയും അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രസൻസിൽ നടക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെളിവായി വരും നിങ്ങൾക്ക് ബിസിനസ്സിനുള്ള കോളിംഗ് ഉണ്ടോ എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബിസിനസ്സിൽ സ്റ്റെപ്പ് എടുത്ത് വെക്കുക. അല്ലാത്ത പക്ഷം അത് വലിയ സ്ട്രഗിളിലേക്ക് നിങ്ങളെ നയിക്കാൻ സാധ്യതയുണ്ട്. സോ മേക്ക് ഷ്യൂർ നിങ്ങൾക്കൊരു ബിസിനസ്സുകാരൻ്റെ കോളിംഗ് ഉണ്ടെന്നുള്ളത്. ഗോഡ് ബ്ലെസ്.